മറ്റൊരു വിവാഹം കഴിക്കാൻ എനിക്ക് ജന്മത്ത് സാധ്യമല്ല. എന്റെ മകന്റെ സ്നേഹം പങ്കിട്ടു പോകുന്നതും എനിക്കിഷ്ടമല്ല. അവന്റെ അച്ഛനും അമ്മയുമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് അവനെപ്പോഴും എന്റെ കൂടെ വേണം. ഇക്കാര്യത്തിൽ രാധ എന്നെ ഒന്ന് സഹായിക്കണം. നാടകം അഭിനയിക്കാൻ അറിയുന്ന ഞാൻ ഇക്കാര്യത്തിൽ എങ്ങനെയാണ് സാറിനെ സഹായിക്കുക? രാധ കുറച്ചു കാലം എന്റെ ഭാര്യയായിട്ട് അഭിനയിക്കണം. ഭാര്യയായിട്ടോ? അതെ, അമ്മാവിന്റെ അമ്മായിയുടെ മുൻപിൽ ഒരു മാസത്തോളവും രാധ എന്റെ ഭാര്യയായിട്ട് അഭിനയിക്കുക. എന്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടാൻ സഹായിക്കൂ. ഇതൊരു അപകടം പിടിച്ച കളിയാണ്. രാധയ്ക്ക് ഒരു അപകടവും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. നാടകത്തിലല്ല, ജീവിതത്തിലാണ് സാർ എന്നോട് അഭിനയിക്കാൻ പറയുന്നത്. ജീവിതത്തിൽ അമ്മയായിട്ട് അഭിനയിക്കാം, സഹോദരിയായിട്ട് അഭിനയിക്കാം. പക്ഷേ ഭാര്യയായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞ രാധയുടെ ശരീരത്തിനോ മനസ്സിനോ ഒരു പോറൽ പോലും സംഭവിക്കില്ല. പിന്നെ രാധ ചോദിക്കുന്ന എന്ത് പ്രതിഫലം ഞാൻ തരികയും ചെയ്യാം. ഒരു മാസം കഴിഞ്ഞാൽ ഈ കള്ളക്കളി അവര് കണ്ടുപിടിക്കില്ലേ? എന്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. പറയൂ, രാധയ്ക്ക് ജോലി ചെയ്യാൻ സമ്മതമാണോ? നോക്കൂ, ഇതൊരു ജോലി മാത്രമായി കണക്കാക്കരുത്. രാധ ഇത് സമ്മതിച്ചാൽ എനിക്ക് ചെയ്തു തരുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. ശരി, എന്റെ അഭിനയത്തിന് സാർ എനിക്ക് എന്ത് തരും? ശരി, എന്ത് വേണം? ഒരു നാടകത്തിന് എനിക്ക് 100 മുതൽ 150 രൂപ വരെ കിട്ടും. അത്രയല്ലേ ഉള്ളൂ? എന്നാൽ ഞാൻ 5000 രൂപ തരും. 5000? ഒരു നാടകത്തിന് 100 രൂപ വെച്ച് ഒരു മാസത്തേക്ക് 3000 രൂപ. നാടകത്തിൽ 3 മണിക്കൂർ അഭിനയിച്ചാൽ മതി. ഇക്കാര്യത്തിൽ 24 മണിക്കൂർ അഭിനയിക്കണം. ആ, സാറ് തെറ്റിദ്ധരിക്കരുത്. എനിക്കൊരു 1000 രൂപ അഡ്വാൻസ് വേണം. പലരും ഇതുപോലെ ബുക്ക് ചെയ്തിട്ട് പിന്നീട് ക്യാൻസൽ ആയെന്ന് ഒന്ന് പറയും. രാധയ്ക്ക് അഡ്വാൻസ് വേണമെങ്കിൽ ഇപ്പോ തന്നെ തരാം. ഇത് 1000 രൂപയുണ്ട്. ഞാൻ എപ്പോ പുറപ്പെടണം സർ? മറ്റന്നാൾ ഒരു 9 മണിയോടുകൂടി ആ വളഞ്ഞ വഴിയില്ലേ, അവിടെ വന്നേച്ചാ മതി. ഞാൻ എത്തിക്കോളാം. ശരിയാണ്, വളഞ്ഞ വഴി കൂടെയാണല്ലോ നമ്മുടെ യാത്ര. അപ്പൊ ഞാൻ വരട്ടെ.